പോലീസുമാർ ചോദ്യം മാല കൊടു എന്നല്ലാതെ ആ ഒരു മുഴക്കം എന്നെ വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച ഈ പ്രസിഡന്റ് ഭരണ ഉദ്യോഗസ്ഥൻ ഈ സാറാണ് എന്നെ അടിക്കാനായി ഓടിക്കൊണ്ട് കൈ വാങ്ങിക്കൊണ്ട് വന്നത്. നമ്മൾ മൂന്ന് പേരും പെണ്ണുങ്ങളായിരുന്ന സമയത്ത് ചീത്ത വിളിച്ചപ്പോൾ ഭയങ്കരമായിട്ടാണ് അവിടുന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ എടുത്തിട്ടില്ല എന്ന കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ മാല എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പറയുന്നവർ ചെവിക്കുള്ള ദയവായില്ല. കള്ളക്കേസല്ലേ, അപ്പോഴും പിന്നെ എന്തായാലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു ദളിത് സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയാകുന്നു. പരാതിയുമായി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുമ്പോൾ ലഭിച്ചത് കനത്ത അവഗണനയാണ്. കേവലം ഒരു പോലീസിന്റെ ഉപദ്രവം എന്ന പേരിൽ തുടങ്ങിയ ഈ കേസ് ഇപ്പോൾ ഒരു മനുഷ്യാവകാശ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ദ വീക്ക് ഇൻ ഫോക്കസിൽ ഇന്ന് സംസാരിക്കുന്നത് ഈ ദളിത് സ്ത്രീക്ക് അനുഭവപ്പെട്ട ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ബിന്ദുവാണ്. ചേച്ചി, ഈ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല, കാരണം ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു പോലീസുകാർക്കെതിരെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ചേച്ചിയുടെ ഒരു പ്രശ്നത്തിന് നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇനി ഒരാളും കൂടി പുറത്തായാൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് നീതി എനിക്ക് പറയാൻ പറ്റൂ. ആരാണ് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം പ്രസാദും പ്രസന്നനും പ്രസന്നനുമാണ് ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രസിഡന്റ് ഭരണ ഉദ്യോഗസ്ഥനാണ്. എന്തായിരുന്നു അത്രയും ഒരു മോശമായിട്ട് നമ്മൾ എടുത്തു എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ പറഞ്ഞുകൊണ്ടായിരുന്നു? എന്തായിരുന്നു അവർ പ്രതികരണം എങ്ങനെയായിരുന്നു അവരുടെ? ഒരു പ്രതി കിട്ടുമ്പോൾ ഒരു സാധാരണ രീതി എന്നുള്ള അതിനപ്പുറത്തായിരുന്നു ഈ പ്രസന്നൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. രാത്രിയിലായിരുന്നു. ഞാൻ ഒരു കവടിയാറുള്ളൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ആദ്യമൊരു കോൾ വന്നു. പിന്നെ ഞാനത് എടുത്തില്ല. രണ്ടാമതൊരു കോൾ വന്നു, ഞാനെടുത്തു. ബിന്ദു ആണെന്ന് ചോദിച്ച് ബിന്ദുവാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ എന്ത് സാറേ എവിടെ നിന്നാണ്? അത് പേറുകൂടെ പോലീസ് സ്റ്റേഷൻ. കേട്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ച്. അപ്പോൾ ഞാൻ എന്ത് സാറേ അത് ഓമനാടാൻ ഒരു പരാതി തന്നിട്ടുണ്ട്, ഇത് വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിന്ദു ഇത്രയും പെട്ടെന്ന് ഇവിടം വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, 35 രൂപ എൻ്റെ കയ്യിലുള്ളൂ, അല്ലാതെ എൻ്റെ 1 രൂപ വേറും ഇല്ല. ബിന്ദു ഓട്ടോ വിളിച്ച് വന്നാൽ നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ അവരെ മകളെ വിളിച്ചു. അതിനാണ് ഈ ഓമനാടാനിൻ്റെ മകളെ നിഷേ. എന്തൊരു കാര്യം എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു. ചേച്ചി എന്താണെന്ന് ചോദിച്ചു. അത് ബിന്ദുവിന് 3 ദിവസത്തെ പൈസയുമായി അമ്മ പേറുകൂടെ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷൻ പോകേണ്ട ആവശ്യം എന്ത് ചേച്ചിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അത് എനിക്ക് അറിഞ്ഞൂടാ, ബിന്ദു പെട്ടെന്ന് ചെല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇത് പ്രകാരം തന്നെ ഓട്ടോ വിളിച്ച് അവിടെ ചെന്നപ്പോൾ ഈ ഓമനാട് ആനിലും മകളും SIയുടെ അടുത്തിരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്ത് മേഡം? ബിന്ദു എൻ്റെ മാല കണ്ടില്ല. പൈസ ചോദിച്ച് അവരെ 2.5 പവൻ്റെ മാല എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല, ഞാൻ മറ്റൊരു വീട്ടിൽ പോയിട്ട് ജോലിക്ക് പോയിട്ട് അവിടെ വരുന്നതാണ്. എൻ്റെ ബാഗിനകത്താണെങ്കിൽ ഒന്നുമില്ല, എൻ്റെ മുഷിച്ച തുണി അവിടെ നിർത്തിയ സാധനങ്ങൾ മാത്രമേ ബാഗിനകത്തുള്ളായിരുന്നു, വേറെ ഒന്നും അതിനകത്തില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ ഒരു വനിതയെ വിളിച്ച് അങ്ങ് റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു. അതിനുശേഷം വേറൊരു വനിതയെ വിളിച്ചു വേറെ റൂമിൽ കൊണ്ട് ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ അങ്ങ് തകർന്നു പോയി. എന്ന് വെച്ചാൽ മാനസികമായിട്ടെന്ന് വെച്ചാൽ പോലീസുമാർ ചോദ്യം മാല കൊടു എന്നല്ലാതെ ആ ഒരു മുഴക്കം എന്നെ വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. കാരണം പിടിച്ചു നിന്നു. അതിനുശേഷമാണ് ഒരു 8-8:30 കൂടി എന്നെ ഈ ഓമനാണ്ടാനെ നിർദ്ദേശപ്രകാരം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വീട്ടിൽ പോയാൽ മാല കിട്ടുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് അവരെൻ്റെ വീടുമായി ബന്ധപ്പെടാൻ ഇവർ അനുവദിച്ചിട്ടില്ല. അതാണ് കുറേ തവണ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് പോലീസ് പറഞ്ഞു താമസില്ല. അതിനുശേഷമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഓമനാടാളിലാണ് ഇവർ തന്നെയാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതിനുശേഷമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നോക്കി ഇവിടെ അങ്ങ് മാല കിട്ടിയില്ല. ആൾക്കാരൊക്കെ അങ്ങ് കൂടി. എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവർ ഈ കാര്യം അറിയുന്നത്. എന്നെ കാണാതെ 3 പേര് 3 സ്ഥലത്തോട്ട് ഓടെയാണ് എന്നെ കാണാത്തത് കൊണ്ട്. എന്നിട്ടും കണ്ടില്ല. അപ്പോഴെൻ്റെ ചേട്ടൻ പനൂരിൽ നിന്നൊരു സ്ഥലത്ത് പോയിട്ടും കൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരു 4 പേര് എന്നെ കൊണ്ടുവരണം. ചേട്ടൻ വിചാരിച്ചു ഈ ജോലിക്ക് വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുവരണമെന്നാണ് ചേട്ടൻ കരുതിയിരുന്നത്. പോലീസ് വേഷത്തിലല്ല വന്നത്. ഈ ഓമനാടാൻ എൻ്റെ കാറിലാണ് എന്നെ ഇവിടെ അവിടെ നിർത്തിയിട്ട് നടന്ന് വരികയാണ് ചെയ്തത്. അപ്പോഴും ആരും അറിഞ്ഞില്ല ഈ പോലീസാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി ആരും അറിഞ്ഞില്ല.
ഇവിടെ വന്നപ്പോഴാണ് അവർ പാൻറ് ഇട്ട് എൻ്റെ മീതെ കൂടെ വേറെ കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അവര് ചേച്ചിനായിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് രണ്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നതാണ് അല്ലേ? 2 വനിതയും 2 ആംബുലൻസും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഈ 2 വനിതാ പോലീസ് പരിശോധിച്ചു, SI ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രസന്നൻ എന്ന് പറയുന്ന വേറൊരാളാരാ ഇനി മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്ന ഈ പ്രസന്നാണ് രാത്രി അല്ലാണ്ടിരുന്നത്. ഇവിടെ നിന്നൊക്കെ ചെന്ന ശേഷം ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. അതിനുശേഷമാണ് ഈ പ്രസന്ന എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നത്. ഈ എന്നെ കൊണ്ടുവരാൻ വേണ്ടി 4 പേര് വന്നതിൽ ഒരു പോലീസുകാരനായിരുന്നു. പോലീസ് പേരെനിക്കറിയില്ല, പക്ഷെ ആളിനെ കണ്ട എനിക്ക് അറിയാം. ഒരാൾക്ക് കൂടി ഈ എന്താ പറയാ ആൾക്കെതിരെ കൂടി നടപടി എടുക്കണം എന്ന് പറഞ്ഞല്ലോ, അതാരാണ്? ആളിനെ കണ്ടാൽ അറിയാം, പക്ഷെ പേരറിയില്ല. ആളെന്താ ചെയ്തേ? ഞാൻ ചീത്ത പറഞ്ഞു. അവിടെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞ ശേഷം എന്നെയും കൊണ്ട് എൻ്റെ ചേട്ടനെയും കൂടെ കൊണ്ട് സ്റ്റേഷനിൽ വന്നു. അതിൻ്റെ പുറകെ എൻ്റെ ചേച്ചിയുടെ മക്കളും ഒരു ഓട്ടോയിൽ വന്ന ശേഷം അവരെ എന്നെ കാണാനോ സംസാരിക്കാനോ ഈ പോലീസുകാരൻ താമസിച്ചില്ല. ആഹാരം വാങ്ങിച്ചു തന്നിട്ട് പോലും എന്നെ കഴിക്കാൻ എനിക്ക് തരാൻ ഒരു സമ്മതിച്ചില്ല. അവരെല്ലാം ചീത്ത പറഞ്ഞവർ ഓട്ടിച്ച് 10 മണിയിൽ അവിടെ ഉണ്ടായിരുന്നവർ എൻ്റെ ചേച്ചിയുടെ മോൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് തരാൻ അവർ സമ്മതിച്ചില്ല. അതിനുശേഷം ഒരു 10 മണിയോട് കൂടി അവർ തിരിച്ചിങ്ങ് വീട്ടിൽ വന്നു, എൻ്റെ ചേട്ടനും ചേച്ചിയുടെ മക്കളും. അതിനുശേഷമാണ് ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥങ്ങൾ മാനസികമായിട്ട് അങ്ങ് ഒന്നും എന്തൊരു പറയണമെന്ന് 3:30 വരെ ചേച്ചിനെ ചോദ്യം ചെയ്തു. വെളുപ്പിന് 3:30 എന്നെ ചോദ്യം. അതുവരെ ഇപ്പം ഇവിടുന്ന് ചേച്ചി അവിടെ എത്തുന്ന എത്ര മണിക്കാണ്? പോലീസ് സ്റ്റേഷനിൽ 4 മണിയാവും. 3:30 എന്നെ വിളിച്ചു അങ്ങ് അമ്പലം മുക്കിന്ന് പെറുകൂടെ പോയി. അപ്പോഴും ഓട്ടോയ്ക്ക് 50 രൂപ എത്രയും കണ്ടാണ്. ഞാനല്ല പൈസ കൊടുത്തത്, ആരുമാണ് പൈസ കൊടുത്തത്. എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അപ്പം ഈ ഒരു ആ സമയങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്? ഈ 3:30 വരെയുള്ള ഫുള്ള് ചോദ്യം ചെയ്യൽ തന്നെ? ചോദ്യം ചെയ്തവരായിരുന്നു. മാറി വനിതകളും അല്ലാത്ത പുരുഷന്മാരുടെ ചോദ്യം. ഞാൻ എടുത്തിട്ടില്ല എന്ന കാല് പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ മാല എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ പറയുന്നവർ ചെവിക്കുള്ള തയ്യാറായില്ല. അങ്ങനെയാണ് എന്നെ അപ്പോഴീ ഓമന ഡാനയിലും മകളും അവിടെ ഇരിക്കുകയാണ്. അപ്പം ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഭയങ്കരമായിട്ട് വാർത്ത ചെയ്തു. ഇപ്പം 1 മാസമായല്ലോ. 1 മാസമായി. ആ 1 മാസത്തിനിടയിൽ ചേച്ചി എല്ലാ തെറ്റുകാരിയും നടന്നതിന് ശേഷം ഇപ്പം ഈ വാർത്തയാകുന്നത് വരെയോ അല്ലെങ്കിൽ വാർത്ത ആയതിനു ശേഷം ആരും വിളിച്ചിട്ടില്ല. ഈ ഓമന ഡാനിയൽ അവരെ മകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല. അവർ ബന്ധുക്കളെയൊന്നും എനിക്കറിയില്ല. ഇവരെ അമ്മയും മോളെയും 3 പേരല്ലാതെ എനിക്ക് അവരെ വീടും മറ്റു വേറെ ആരും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെ ഫോട്ടോ കാണിച്ചു തന്നു, പക്ഷേ എനിക്ക് ആരെയും അറിഞ്ഞൂടാ. ഞാൻ 3 ദിവസത്തെ ഞാൻ അവിടെ ചെന്നാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യും, മാത്രമേ ഇവരെയൊന്നും ശ്രദ്ധിക്കാൻ ഞാൻ പോകത്തില്ല. എൻ്റെ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് വീട്ടിൽ വരാൻ വേണ്ടി. അപ്പം കേസ് ശരിക്കും എന്താണ് സംഭവിച്ചത്, ആരാണ് മാലിന്യത്തതെന്നൊന്നും വ്യക്തമല്ല. ഇതുവരെയും അറിയില്ല. ചേച്ചി പക്ഷെ മകളുടെ പേരെന്തോ, മകളെ സംശയം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? വെച്ചാൽ അവർ കോടിക്കണക്കിന് സ്വത്തുള്ളവരാണ്. സംശയം എന്ന് വെച്ചാൽ അവർ എടുത്തു വെച്ചിട്ട് എന്നെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്നെ കള്ളിയാക്കി എന്നുള്ളൊരു സംശയം എനിക്കില്ല. എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ? അങ്ങനെ രീതിയിലൊക്കെ മോശം രീതിയൊന്നും പറയത്തില്ല. അവർ സംസാരിക്കണയൊക്കെ നല്ല ബിന്ദു എന്ന് വിളിച്ചാൽ തിരിക്കില്ല. ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ എന്നോട് ഇങ്ങനെ ഇത് ചെയ്തു. അവരൊരു സ്ത്രീയല്ലേ. അല്ലെങ്കിൽ മാല വാങ്ങിച്ചിട്ട് ഒരു നല്ല ഒരു വാക്ക് സംസാരിക്കാനോ ഒരു സോറി പറയാനോ പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഓമന ഡാനിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ 3 സ്ഥലത്ത് പരാതിപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, DGP, പട്ടികജാതി ഓഫീസും അതുപോലെ തന്നെ മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിപ്പെട്ടതാണ് വലിയ വിഷയമായിട്ട് വന്നത്. എന്താണ് ശരിക്കും ഒരു വിഷമം തോന്നിപ്പോൾ? വിഷമം തോന്നി വേറെ ഒന്നുമില്ല. ഈ ഞാൻ കൊടുത്ത പേപ്പർ, ഈ അപേക്ഷ സാറ് വായിച്ചില്ല. വായിക്കാതെ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ വെച്ച് 2 സ്ഥലത്ത് കൊണ്ട് കൊടുത്തപ്പോഴും അവർ വായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ സാറ് വായിച്ചില്ല. നോക്കിയ പോലും ഇല്ല. അതെടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പ്രയാസം. ചോദിച്ചോ നമ്മളോട് എന്തെങ്കിലും? ഒന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇങ്ങനെ കാര്യം ചേച്ചി പറഞ്ഞോ അഡ്വക്കേറ്റ് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. എൻ്റെ വക്കീൽ പറഞ്ഞു ചേച്ചീനെ പറഞ്ഞ് ഞാൻ അഡ്വക്കേറ്റാണെന്ന് പറയുന്നത് ഞാൻ ഡോറ് തുറന്ന് അങ്ങ് ഇറങ്ങിയപ്പോൾ ഈ വക്കീലിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ 2 ഡോർ തുറന്ന് അങ്ങ് വെളിയിൽ വന്നിട്ടാണ് വക്കീൽ ഏകദേശം എത്ര മിനിറ്റ് ഇപ്പം നിന്നിട്ടുണ്ടാവും മുഖ്യമന്ത്രിയുടെ ഓഫീസ്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റിനുള്ളിൽ തന്നെ? 10 മിനിറ്റ് നമ്മളിഞ്ഞ് ഇത്രയും പറഞ്ഞ് നമ്മളിഞ്ഞ് വെളിയിലിറങ്ങി. അപ്പോൾ വിശദമായിട്ട് ചേച്ചിയുടെ അടുത്തൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല? പരാതി വായിച്ച് നോക്കിയിട്ടു? വായിച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി. അപ്പോൾ ഞാൻ വക്കീലെ പോവാന്ന് പറഞ്ഞു. ശരി, കോടതിയിൽ പോവാന്നാണ്? അല്ല, അവരെന്താ പറഞ്ഞേ? സാറ് പറഞ്ഞാൽ കോടതിയിൽ പോയോ ചോദിച്ചു. പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ മുമ്പേ ഇറങ്ങി. അതിനുശേഷമാണ് വക്കീൽ വന്നത്. പക്ഷെ വക്കീൽ
വക്കീലിൻ്റെ കൂടെയാണ് പറഞ്ഞെന്നുള്ളവരെ ഞാൻ പിന്നീടാണ് കാര്യം അറിഞ്ഞത്. ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അതിനുശേഷം പിന്നെ ഇപ്പോൾ വാർത്തയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഗണന എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിന്നെ എന്തെങ്കിലും ഒരു ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല വന്നിട്ടില്ല. അത് ഓമന ഡാനിയൽ അല്ലാതെ ചേച്ചി മറ്റ് ഒരുപാട് വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവരുടെ ഒക്കെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു? കൊടപ്പനക്കുന്നിൽ ഒരു മകേഷ് സാറിൻ്റെ വീടാണ് ഞാൻ 3.5 വർഷം നിന്നത്. അവിടെ എന്നും എൻ്റെ സഹോദരങ്ങൾ പോലെ തന്നെയാണ് അവർ. എൻ്റെ ആ ചേച്ചി ഒരു വേലക്കാരി എന്നുള്ളതല്ല അവർ നമ്മളെ കാണുന്നത്, ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് കാണുന്നത്. എന്നും വിളിക്കും, സംസാരിക്കും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, എന്നെയും വിളിക്കും, ഞാനും വിളിക്കും. അങ്ങനെ നല്ല ഈ ഒരു സംഭവത്തിന് ശേഷം അവർ വിളിച്ചിട്ട് ആരെങ്കിലും ആരാണ് അല്ല ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നോ ചേച്ചി? ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ സംഭവത്തിൽ? വീഡിയോയിൽ നിന്ന് വിളിച്ചല്ലേ? മറ്റേ പത്മജ എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയക്കാരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആരും വിളിച്ചിട്ടില്ല? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നമ്മൾ പരാതി കൊടുത്തു, വലിയ വാർത്തയായി. പക്ഷെ അതിനുശേഷം പിന്നീട് അവര് ഈ വിളിക്കുക കോണ്ടാക്ട് ആരും വിളിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, വിളിച്ചിട്ടില്ല. ഇനിയിപ്പം ഒരു കേസിൽ ഒരാൾക്കും കൂടെ എതിരെ നടപടി വേണം. ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഷനും ഈ കാണുന്ന നടപടിയൊക്കെ ഒരു ശുഭമായിട്ട് നല്ലതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നല്ലതായിട്ടൊന്നും പറയാൻ പറ്റൂല. ഈ സസ്പെൻഷൻ പോയി വീണ്ടും ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം അവർ വീണ്ടും ശമ്പളത്തോടെ അവർ കയറും. എനിക്കെന്ന് വെച്ചാൽ ജോലിയിൽ നിന്നും ഈ പ്രസന്ന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് മാത്രമേ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ട് എസ് ഭീഷണിപ്പെടുത്തി. അച്ഛങ്ങനെ എന്നെ കാരണത്തെ വെച്ച് ചീത്ത വിളിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ 3 പേരും പെണ്ണുങ്ങളായിരുന്ന സമയത്ത് ഒരു ചീത്ത വിളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം. 3 പേര് പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഞാൻ 2 വനിതകൾ, ഞാനും അല്ലേ ബാക്കിൽ ഷീറ്റിലിരുന്നത്. അപ്പോൾ അവർ അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇവർ 3 പേരും ഒന്നും മിണ്ടിയില്ല, ഒറ്റക്ഷരവും മിണ്ടിയില്ല. ഇനിയിപ്പം കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേസൊക്കെ കൊടുത്ത് വലിയ വിഷയത്തിന് ശേഷം ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് മുന്നോട്ടൊരു വരുമാന മാർഗവും കാര്യങ്ങളൊക്കെ? ജോലിക്ക് പോകും ഞാൻ. ഇതേ ജോലി തന്നെ? അല്ല, ഇതേ ജോലിക്ക് പോകുന്നില്ല. പിന്നെ ഈ വീടുകളിൽ നിൽക്കാനോ കുഞ്ഞുങ്ങളെ നോക്കാനോ ഒന്നും പോകാൻ പറ്റത്തില്ല. കാരണം ലോകം മൊത്തം അറിഞ്ഞ്, അതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടില്ല എന്നുള്ള പേടിയുണ്ടോ? നമ്മളൊരു കാര്യത്തിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ള ഇനി നമുക്ക് അങ്ങനത്തെ ജോലി കിട്ടില്ല അങ്ങനത്തെ പേടിയുണ്ടോ? നല്ല മനുഷ്യരെ കാണുമല്ലോ, നല്ല മനുഷ്യരും കാണും. പക്ഷേ വിളിക്കണമെങ്കിൽ പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കടകളിൽ എന്തെങ്കിലുമൊക്കെ നോക്കാനാണ്. ഇപ്പം ഇവിടുത്തെ ഈ ഒരു സംഭവം കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എങ്ങനെ ഈ നാട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു? നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നാട്ടുകാരും എല്ലാം എൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് അവർക്ക് അറിയാം. ചേച്ചി ഇപ്പം ഇതിപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ അനുഭവം ഇത്രയും മോശപ്പെട്ട രീതിയിലൊരു ഇത്രയും ലോകം മൊത്തം അറിഞ്ഞത്? അതല്ലാതെ ഇത്രയും നാളത്തെ ഒരു വർക്കിനിടയിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ഒന്നുകിൽ ഒരു ദളിതോ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ പൈസ ഇല്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഇങ്ങനെ അപമാനിച്ചിട്ടൊക്കെ? അങ്ങനെയൊന്നും ഇതുവരെയും ഇല്ല. ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു പൈസ ഇല്ല, അറിയാമല്ലോ എല്ലാവരും. അതുകൊണ്ടല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നത്. നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാതുകൊണ്ട് നമ്മൾ വീട്ടിൽ ജോലിക്ക് പോകണമെന്നുള്ള കാര്യം അറിയാം. പിന്നെ കള്ളറത് ദൈവം അല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും അവഗണന? ഇല്ല, അങ്ങനെയൊന്നും ഇരിക്കും. അങ്ങനെ ഒരു മനുഷ്യരെ നമ്മളടുത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അറിയോ ഈ ഒരു അവൻ നിന്നിരുന്ന സ്ഥലത്തെ പറ്റിയിട്ട്? ഇപ്പം ആരാണ് ഈ ഓമന, എന്താണ് അവരുടെ ജോലി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയോ? ഞാൻ ഫസ്റ്റിൽ 14-ാം തീയതി ഫസ്റ്റിലാണ് ഞാൻ പോകുന്നത്. പിന്നെ 16-ാം തീയതി പോയി. പിന്നെ ദുഃഖുള്ളിൽ ചേർന്ന് പോകണമെന്ന് വെച്ചപ്പോൾ അന്ന് ഒരു ക്രിസ്ത്യൻ്റെ അവർ പറഞ്ഞ് മോളിൽ നിന്ന് വരണ്ട, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം ഞാൻ നാളെ വരാമെന്ന്. ചിലപ്പോൾ അമ്മയെന്ന് വിളിക്കും, ചിലപ്പോൾ മേഡമെന്ന് വിളിക്കും. അങ്ങനെ ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ പറയും മോളെ 19-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു. 19-ാം തീയതി വന്നാൽ മതി. മകളേന്നൊക്കെയാണ് വിളിക്കലുണ്ടായിരുന്നു ആദ്യം. അങ്ങനെ വിളിക്കും. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ആകെ രൂപം ഭാവമൊക്കെ മാറുന്നത്. ഒരു മാറ്റം. സങ്കടം വന്നത് എപ്പോഴാണ് ഏറ്റവും സങ്കടം തോന്നിയത്? സങ്കടം തോന്നി ഈ പ്രസന്ന തന്നെ ഉദ്യോഗസ്ഥൻ അതുവരെയൊക്കെ അറിയാതെ പിടിച്ചു നിന്നു. അതുവരെയൊക്കെ 3-3:30 പിടിച്ചു നിന്നു. അത് പിന്നീട് എൻ്റെ മക്കളെ മക്കളെയും കൂടി ജയിലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ. എനിക്കറിയില്ലല്ലോ അവിടുത്തെ രീതി, എനിക്കറിയില്ല. കുഞ്ഞ് കൊണ്ടുവരൂ, ഞാൻ പോണ പോലെ എൻ്റെ മക്കളെയും കൊണ്ടുവരൂ, പോലീസല്ലേ. അപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും എന്നുള്ള ഒരു. പിന്നെ എനിക്കൊന്ന് ചെയ്യാൻ എനിക്ക് മനസ്സാണ്.
പിന്നെ മക്കളെ കാണണമെന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ അവരെ കാണണമെന്നൊക്കെ ഒരു ദൈവങ്ങളെ ചോദിച്ച്. ജനമൈത്രി പോലീസ് എന്നാണ് ഇപ്പോഴത്തെ പോലീസൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പെരുമാറ്റം അല്ല. അല്ലേ നമ്മൾ പണ്ടേ നമ്മൾ കേട്ട് കേൾവിയുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ഈ വേറെ കൂടെ പോലീസ് സ്റ്റേഷൻ കാണുന്നതും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ്. ഈ പ്രസന്നൻ്റെ വാക്കുകളിലാണ് അപ്പോൾ ചേച്ചി ശരിക്കും കരയുന്നത്. ഭയങ്കര മറ്റേ ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച ഈ പ്രസിഡന്റ് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. വാക്ക് പറയണ്ട, പക്ഷെ എങ്ങനെയായിരുന്നു ആ ഒരു പെരുമാറ്റം എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് അങ്ങ് മനസ്സിനങ്ങ് പറ്റാതെ അങ്ങ് മുറിച്ച് ചീത്ത വിളിച്ചു. ചീത്ത വിളിച്ചില്ല, ചീത്ത വിളിക്കുന്നേക്കാളും അപ്പുറമായിരുന്നു. വീടിനെ പറ്റി പറഞ്ഞു, ബന്ധുക്കളെ പറ്റി പറഞ്ഞു. വീടിനെ പറ്റി പറഞ്ഞെങ്കിലും എനിക്ക് പ്രയാസമില്ലായിരുന്നു. എൻ്റെ മക്കളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് മക്കളെ കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ 17 15 വയസ്സുള്ള 2 മക്കളാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ നിന്നെയും കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ടുപോകും, എൻ്റെ മക്കളെയും കേസിൽ കൊടുക്കും, എൻ്റെ ഭർത്താവിനെയും കേസിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മക്കൾക്ക് നല്ല ജീവിതമായിരിക്കും ജയിൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതാണ് ആ ഒരു മനസ്സിന് വല്ലാതെ അങ്ങ്. പിന്നീട് പ്രസാദാണ് അപ്പോൾ പിന്നീട് വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് കവടിയാർ കണ്ടുപോകുന്നത് ഭീഷണിപ്പെടുത്തി. കവടിയാർ അമ്പലമുക്ക് ഭാഗത്തുനിന്ന് കണ്ടുപോകുമല്ലോ. അന്നേരം രാവിലെ ഈ പ്രശ്നമെല്ലാം തീർന്നിട്ട് ഇനി ഇറങ്ങി. ഒത്തിരി പേര് സ്റ്റേഷൻ നിറച്ച ആളായിരുന്നു. സെല്ലി കിടക്കണവരെ ഇറക്കാനും പിന്നെ അവിടെ പരാതി കൊടുക്കാനും ഒത്തിരി പേര്. രാവിലെ സമയമല്ലേ, ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. ആ സമയത്താണ് SI വന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ തന്നെ അപമാനിക്കപ്പെട്ട പോലെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു തെറ്റ് ചെയ്തതുപോലെ എനിക്ക് എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ തലതായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ. ഞങ്ങൾ കുഞ്ഞിഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നല്ലേ. ഞാൻ എന്ത് ചെയ്യും, കരച്ചിലണ്ടിട്ടൊന്നും ആരും മനസ്സിലൊന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ ഉണ്ടായില്ല. ഒരു ചിരി പോലും ആരെയും മുഖത്ത് നിന്നും ഉണ്ടായില്ല. അത്ര നേരം അവിടെ നിന്നിട്ടുണ്ടായില്ല. പിന്നെ ഹസ്ബൻഡ് സ്റ്റേഷനിലേക്ക് വന്നു 11:30 വന്നു. പുള്ളിയുടെ അടുത്ത് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് കയറിയപ്പോൾ ചേട്ടനെ SI വരട്ടി. നിനക്ക് എത്ര കേസുണ്ടെന്നൊക്കെ ചോദിച്ചു. എൻ്റെ ചേട്ടനോട് SI ചോദിച്ചു, നിനക്ക് എത്ര കേസുണ്ടെന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് കേസൊന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അങ്ങ് ഇറങ്ങിയിട്ട് ഇനി കരഞ്ഞ് വായും പൊത്തി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോയി. എന്തിനാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇനി കൊണ്ടുപോകുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞു. ഞാൻ വെളിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നു ഇനി കൊണ്ടുപോകുമോ, 11 ആവാറായി. അപ്പോൾ ഞാൻ ഇനി അപ്പോഴവിടെ ഒരു പോലീസുകാർ പേനയും പേപ്പറത്തിന് പോകുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് അപേക്ഷ എഴുതാൻ. അപ്പോൾ എന്തിനുള്ള അപേക്ഷ കാര്യപ്പെട്ട് എനിക്കറിയില്ലായിരുന്നു. കേസില്ല എന്നൊക്കെ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാനുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അതിനകത്ത് കയറിയപ്പോൾ അവർ അപേക്ഷ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പിന്നീട് ചേച്ചി മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഈ കേസ് അതായത് മാല കിട്ടിയത് അവർ പറഞ്ഞിട്ടില്ല, പോന്നു എന്ന് തന്നെയാണല്ലേ. ഇനി ഈ ഒരു പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവണം? ഈ ഒരു പേഴ്സണെ കൂടെ പുറത്താക്കണം. അത് നിർബന്ധമാണ്. കാരണം അത്രയും ചീത്ത പറഞ്ഞതും എന്നെ അടിക്കാനും വന്നത് ഈ പോലീസ്. ഉപദ്രവിച്ചിട്ടില്ലല്ലോ? ഇല്ലല്ല, ഉപദ്രവിച്ചില്ല. പക്ഷെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു. ഈ സാറാണ് പിന്നെ അടിക്കാനെ ഓടിക്കൊണ്ട് കൈ വാങ്ങിക്കൊണ്ട് വന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ തടുത്തതുകൊണ്ട് കിട്ടാതിരുന്നതാണോ? അടിക്കാൻ വേണ്ടി വന്നു. അത് ശരി. തടുത്തില്ലായിരുന്നു കേടി? ഞാൻ ഇങ്ങനെ അങ്ങ് ബാക്കിലോട്ട് പുറകിലേക്ക് പോയപ്പോൾ അങ്ങ് മിസ്സായി പോയതാണ്. അപ്പം ഇനിയിപ്പോൾ ഈ പരാതി കൊടുത്ത വീട്ടുകാരുണ്ടല്ലോ, മാല കാണുന്നില്ല എന്ന് പറഞ്ഞ പരാതി കൊടുത്ത വീട്ടുകാർ, അവർക്ക് ശരിക്കും ഇനി അവരുടെ അടുത്ത് ഇനി മാല എവിടെ നിന്ന് കിട്ടി, ആരെടുത്തു, അങ്ങനെ എന്തെങ്കിലും സത്യമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? മാല എടുത്ത് ഒരു മാലയാണ് എന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. എൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയവർ ഈ പോലീസും ഈ പ്രസന്ന എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ജോലി നഷ്ടപ്പെടുത്തി. ഞാൻ ഇന്ന് വീട്ടിലെ കാര്യം സംസാരിച്ച് ജോലി ഇപ്പം നിങ്ങൾ എന്തായിരുന്നു ആള് പറഞ്ഞത്? പത്മജ എന്ന് അവരെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ വേറെ എവിടെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പത്മജ എന്നാണ് അവരെ വീട്ടിൽ. അങ്ങനെ അവരെ ഫോൺ നമ്പറൊക്കെ എൻ്റെ ഫോൺ ഉള്ളതുകൊണ്ട് ഇവരെടുത്ത് വിളിച്ചിട്ട് പറയും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ജോലിക്കാരെ നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ. അപ്പോഴാണ് ആരെ അറിയുന്നത്. അപ്പോൾ സാറ് മാഡം ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു, മാല മോഷണം എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് ഇത് പോയതല്ലേ എന്ന് ചോദിച്ചു. അവരെന്തോ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അവർ കുഴപ്പമില്ല, നല്ലതായിരുന്നു, നല്ല സ്നേഹം. ഇനി അവിടെ ജോലി കിട്ടും? ഇനി ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടും? അല്ല, പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞു. 7 ദിവസത്തെ പൈസയും ഓഫീസിലടച്ച് ഞാൻ പോയി പൈസ ഞാൻ ചെന്ന് വാങ്ങിച്ചു.
എങ്ങനെയാണ് ചേച്ചി ആ ഒരു വരുമാനമൊക്കെ ആവശ്യത്തിന് നമ്മുടെ ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള വരുമാനമൊക്കെ കിട്ടുമോ? വരുമാനം കിട്ടും. നമ്മൾ രണ്ടുപേരും ഇറങ്ങി പോണത് കൊണ്ടും ഞാൻ ഇത് ശമ്പളം ഒത്തായിട്ടൊന്നും ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യമൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശമ്പളമൊക്കെ വാങ്ങിക്കും. മക്കളെ കാര്യം നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ട്, പൈസയില്ല. ഇപ്പം 2 സ്ഥലത്താണ് ഒരു ദിവസം ജോലിക്ക് പോകുന്നത്, അതോ 3 ദിവസം ഓമനയുടെ അവിടെയും 3 ദിവസം ഈ പത്മജി എന്ന് പറഞ്ഞവർ. അങ്ങനെയാണ്. അപ്പം ഇതുവരെയുള്ളപ്പോൾ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ ചേച്ചിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ട്. അപ്പം അതിനിപ്പം പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് നീതി കിട്ടും. മക്കളൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ? മോള് ഭയങ്കര വിളിയായിരുന്നു. കൊച്ചാൾക്ക് അറിയാം, എങ്കിലും വിഷമമുണ്ട്. മൂത്താൾക്കാണ് ഭയങ്കരമായിട്ട് താങ്ങാൻ പറ്റില്ല. അവർക്ക് സുഖമില്ലാതെയാണ്. ഇടയ്ക്കിടയ്ക്ക് BP കുറയും ഒക്കെ വരും. അപ്പം അത് കേൾക്കുമ്പോൾ ടെൻഷൻ വരും. എന്നെ കൊണ്ടുപോയ സമയത്ത് ഭയങ്കര വിളിയായിരുന്നു. ഇനി ആ ചേച്ചി അവിടെ എത്തിയ സമയത്ത് രക്ഷപ്പെടും, കേസ് തെളിയും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു, അതോ തീർന്നു അങ്ങനെയാണോ തോന്നിയത്? ഇനി കള്ളക്കേസല്ലേ, എപ്പോഴും പിന്നെ എന്തായാലും ഞാൻ ചെയ്തിട്ടല്ലല്ലോ, ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഇപ്പോൾ കള്ളക്കേസായതുകൊണ്ട് എനിക്ക് എന്തായാലും കേസ് പുറത്ത് വരും എന്നുള്ള കാര്യത്തെ പറ്റി എനിക്ക് അറിയാം. ഇനി അതല്ല, പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്രൂരമായൊരു പരിഗണനയായിരുന്നല്ലോ. അപ്പോൾ ഇനി അഥവാ അവർ കേസങ്ങ് നമ്മുടെ മുതൽ കിട്ടിയില്ലെങ്കിലും നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അവരെന്തിനും എന്നോട് അങ്ങനെ ചെയ്യും. ഞാൻ എടുത്തിട്ടില്ല. അവരെ മാല ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അവരെ കഴുത്തി കേൾക്കുന്നതോട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവരെന്തിനെങ്ങനെ ചെയ്തെന്നുള്ള ഒരു വലിയൊരു പ്രയാസമായി. ഇനി അഴിക്കുള്ളിലായി പോവാ ജീവിതം. ഞാൻ ഓർത്ത് ഇവർക്ക് ഇത് അഴിക്കുള്ളിലാവോ, എൻ്റെ മക്കളെങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു എല്ലാം കൂടെ കൊണ്ടങ്ങ് മനസ്സിലായിട്ടങ്ങത്താവും. ആ ഒരു ദിവസം മൊത്തം വിശന്നും. ഭക്ഷണവും തന്നില്ല അല്ലേ? ഭക്ഷണം തന്നില്ല. വെള്ളത്തിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ബാത്റൂമിൽ പോയി കുടിക്കാൻ പറഞ്ഞത്. ഈ പ്രസിഡന്റ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. അവിടെ അതല്ലാതെ തന്നെ അവിടെ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊന്നും തൊടാനൊന്നും ഞാൻ കണ്ടില്ല. അപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒന്നും കണ്ടില്ല. ബാത്റൂമിൽ പോയി പുച്ഛിച്ചോണ്ടാണ് പറയുന്നത്? ഞാൻ പോയി കുടിച്ചില്ല. പുച്ഛിച്ചോണ്ടാണോ പറയുന്നത്? എങ്ങനെയായിരുന്നു പുള്ളീൻ്റെ ഒരു പെരുമാറ്റം? എങ്ങനെയായിരുന്നു? പോലീസിൻ്റെ രീതി അറിയാമല്ലോ. ഈ പ്രസിഡന്റ് പറഞ്ഞ ഉദ്ദേശിച്ചേ ഉള്ളൂ എന്നൊന്നും അല്ലാതെ അങ്ങ് അവിടെ നിന്ന് ഞാൻ ഉറപ്പിച്ചെന്ന് വെച്ചാൽ ഈ 22-ാം തീയതി വരെയും കണ്ടതല്ല 23-ാം തീയതിൻ്റെ കൂട്ടുകാർ എന്ന് വെച്ചാൽ പേറൂക്കടയും കൊടുക്കുന്ന ഇഷ്ടംപോലെ എനിക്ക് പരിചയമുള്ളവർ എല്ലാവരും ഉണ്ട്. അവർ അറിയുമ്പോൾ എങ്ങനെ ആയിരിക്കും അല്ലാതെ ഓർത്തൊക്കെ ഒന്നും എല്ലാം കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് ഉറപ്പിച്ചാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഓർത്തപ്പോൾ ഞാൻ ചെയ്ത ജനങ്ങൾ വിചാരിക്കും ഞാൻ ചെയ്തു എന്ന്. എൻ്റെ മക്കൾ അനാഥയാകും. ഞാൻ ചെയ്തിട്ടില്ല എന്നൊരൊറ്റ ഉറപ്പോട് കൂടി തന്നെ എന്ത് വന്നാലും ഞാൻ ചെയ്തിട്ടില്ല. അത് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറയും ഞാൻ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുകയുമില്ല. അപ്പം എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വലിയൊരു വിഷയം തന്നെയായിരുന്നു ഒരു മാല മോഷണവുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ ഒരു സ്ത്രീയോട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഉപദ്രവവും അതുപോലെ തന്നെ അവഗണനയും. ആ വിഷയമായിരുന്നു കഴിഞ്ഞ ആഴ്ച വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 2ാം ടൈമിൽ 10 വർഷം പിന്നിടുമ്പോഴും എന്താണ് യഥാർത്ഥ ഇടതുനയം എന്ന് പോലും പോലീസുകാർക്ക് മനസ്സിലാവാത്തതാണോ എന്നൊരു ചോദ്യം അവിടെ ഏറെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചിലരെയെല്ലാം തൊടാൻ പേടിയും മറ്റ് ചിലരെയെല്ലാം തൊടാൻ അറപ്പും എന്ന് പറയുന്ന ഒരു മനോഭാവം ഇപ്പോഴും കേരളത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ട് എന്നതിനുള്ളൊരു തെളിവ് കൂടിയാണ് ഈ കേസ് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് വംശീയ ചിന്ത. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോൾ വംശീയ ചിന്ത ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യാവകാശ പ്രശ്നങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ചോദ്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോഴും മറ്റൊരു ബാക്കിയാകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കേസ് വന്നപ്പോഴും നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് ബിന്ദുവിനെ കുറിച്ചാണ്. ബിന്ദു മാല മോഷ്ടിച്ചോ എന്നുള്ള കാര്യം, അതിനുശേഷം നിരപരാധിയാണ് എന്ന് തെളിയുന്ന കാര്യം. പക്ഷെ അപ്പോഴെല്ലാം അവിടെ വെട്ടത്ത് വരാതെ നിൽക്കുന്ന ചിലരുണ്ട്. അതായത് ഒന്ന് പോലീസുകാരാണ്. കുറ്റം ആരോപിതയായ ബിന്ദു എപ്പോഴും ഫ്രെയിമിൽ തന്നെയുണ്ട്. പക്ഷേ കുറ്റം ചെയ്തവരാരും തന്നെ ഇതുവരെയായിട്ടും വെളിച്ചത്ത് വന്നിട്ടില്ല എന്ന് പറയുന്ന വലിയൊരു വസ്തുത അവിടെയുണ്ട്. അതേസമയം തന്നെ ഓമന എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിന്ദുവിനെതിരെ പരാതി കൊടുത്തവർ അവരാരാണ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എവിടെയാണ് മാല പോയത്, ഇങ്ങനെയുള്ള ഈ തുടക്കത്തിൽ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്നു. പക്ഷേ
വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്നും നമ്മൾ വിസ്മരിക്കുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവരെല്ലാം തന്നെ ഇപ്പോൾ പുറകിൽ നിൽക്കുകയും അതേസമയം തന്നെ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ മാത്രം ഇപ്പോഴും ഫ്രെയിമിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ദ വീക്ക് ഇൻ ഫോക്കസ് ഇവിടെ പൂർണ്ണമാകാണ്. നന്ദി.